ഹലോ മീനേച്ചി. ആ സഹദേവ, നീ ഇമ്മാസത്തെ കുറിയും വെച്ചിട്ടില്ലല്ലോ. മീനേച്ചി അത് ഇമ്മാസത്തിന് വെച്ചില്ല. ഇത്ര മുടങ്ങിയ 3 മുറിയല്ലേ? 3 മാസായി. അത് ഞാൻ ഇനിയിപ്പോ അത് വെക്കണ്ടെന്നാ എനിക്ക് തോന്നുന്നു. എന്നിട്ട് നിങ്ങളെനക്ക് കുറി എടുത്ത് ഇതൊന്നും തരുന്നൊന്നുമില്ലല്ലോ. നീ ചോദിക്കാം, ഞാൻ നിങ്ങളോട് ചേരുമ്പം പറഞ്ഞിട്ടില്ലേ 2 3 ആകുമ്പോ എനിക്ക് എടുത്തു തരണേന്ന്. നിങ്ങള് മൈൻഡ് ആക്കിയിട്ടല്ലോ. നിനക്ക് വേണ്ടിക്ക് ഞാനിനി എങ്ങനെയെങ്കിലും തരാം. നീ ആ മാസത്തെ കുറി വെക്ക്. വേണ്ടിക്ക് എങ്ങനെയെങ്കിലും തരാന്ന് പറഞ്ഞാല് നിങ്ങള് പ്രിയപ്പെട്ടവർക്കെല്ലാം കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. നമ്മൾ ചോദിക്കുമ്പോൾ മാത്രം കിട്ടുന്നില്ല. അത് പിന്നെ നീ എപ്പോഴും എന്നോട് ചോദിക്കണ. ഞാൻ പറഞ്ഞത് പിന്നെ ഇത് എപ്പം ചോദിച്ചോണ്ട് നിക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ 4 ആകുമ്പോഴേക്ക് എനിക്ക് തരണേ, എനിക്ക് കുറച്ച് അർജന്റ് ഉണ്ട്. അത് പിന്നെ ഞാൻ ആവശ്യക്കാർക്ക് വേഗം അങ്ങ് എടുത്തു കൊടുത്തു. അതെങ്ങനെ അന്നപ്പോ നറുക്കാങ്ങ് പിന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നറുക്കന്നെ ഇട്ടാ പോലെ. ചിലപ്പോ അതെനിക്ക് കിട്ടൂലേ. നിങ്ങളിത് നിങ്ങളെ അടുത്ത ആൾക്കാർ, ഞാൻ പറയട്ടെ, അടുത്ത ആൾക്കാർക്ക് കൊടുക്കുക. എന്നെല്ലാം ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. അല്ല, എനിക്കെപ്പോ വേണ്ടത് ഞാൻ തരും. എനിക്കെപ്പാ വേണ്ടെന്ന് വെച്ചാല് നിങ്ങൾ എന്നാ തരാൻ ഉദ്ദേശിക്കുന്നു? അല്ല, എനിക്ക് ഇത് കുറി വരാനല്ലേ. കുറിക്ക് തന്നെയാണ്. ആ. ഞാൻ എല്ലാണ്ടും പുറത്തുനിന്ന് പലതും ആൾക്കാരെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. അല്ല, കേട്ടൊന്നുമില്ല. ഇപ്പൊ നിങ്ങള് വേണ്ടപ്പെട്ടവർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. കുറി 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 കൊടുക്കലുണ്ട് ഞാൻ. നിങ്ങള് പല ഓഫറും കൊടുത്തിട്ടാണ് ആൾക്കാരെ കുറി ചേർത്തതെന്നല്ല ഞാൻ അറിഞ്ഞിന്. അങ്ങനെയും നമുക്ക് എന്താണ് നിങ്ങളൊന്നും ഓഫറൊന്നും തരാന്. ഞാൻ പിന്നെ നിങ്ങളെ ഒരു പരിചയത്തിൽ അങ്ങ് ചേർന്നതാണ്. ചേർത്തം വരെ പോകുന്നൊന്നും എനിക്കറിയില്ലല്ലോ. പിന്നെ അല്ല, നിനക്കെപ്പോ വേണ്ടതെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ തരും. ഉറപ്പായിട്ടും തരുവോ? തരും. നീ പറഞ്ഞോ എപ്പാ വേണ്ടതെന്ന്. ഞാനിത് മറ്റന്നാളിലെ കുറി എടുക്കണ്ടേ? അന്നേരം നീ വെക്കൂലേ? വെച്ചിട്ട് നിങ്ങൾ തരുവോ? വെച്ചാലെന്താ തരാണ്ട്. എനിക്ക് തരാണ്ടിക്കോ അങ്ങനെ? എനിക്ക് തരാണ്ട് ഇതുവരെ നിങ്ങൾ തന്നിട്ടൊന്നുമില്ലല്ലോ. ഇത് പറ. മറ്റന്നാൾ എന്നാ പിന്നെ നാളെ വെച്ചാല് ഞാൻ കുറി നാളെ വെക്കാം. അന്നേരം തേച്ചും വെക്കണ്ടല്ലേ? 3 മാസത്തെ ഇല്ലേ? 3 മാസത്തെ അനക്ക് നിങ്ങളെ വിശ്വാസമൊന്നുമില്ല. എന്നാ വിശ്വാസക്കുറവെന്നാ? നിങ്ങൾ പറയാ അത് പിന്നെ ഞാൻ അങ്ങനെ കൊടുക്കൂല, അങ്ങനെ കൊടുക്കുന്നു, അങ്ങനെ കിട്ടിയ അവർക്കെല്ലാം അങ്ങനെ കൊടുത്തില്ലെന്ന് പറയും. ഇപ്പൊ എനിക്കിത് ആൾക്കാരെ മുമ്പിൽ വന്ന് ചോദിക്കാനൊന്നും പറ്റില്ല. ഇല്ല, നീ 3 മാസത്തെ അടക്ക്. കുറി വെക്ക്, എനിക്ക് ഞാൻ തരൂ. അല്ല, നിങ്ങൾ എന്നാ തരൂ? നിങ്ങൾ തരും എന്നാ ചോദിക്കുന്നു ചോദിച്ചാൽ അത് ഞാൻ തരും. ഉറപ്പാ? ആ. എന്നാലും അത് കുറി തന്നെ വേണമെന്നൊന്നുമില്ല. തറക്കെടുക്കുമ്പോ ഞാൻ വരട്ടെ എന്നാല്? വന്നോ, നീക്ക് തരാം ഞാൻ. തറക്കെടുക്കുമ്പോ അങ്ങനെ വന്നോ തരാൻ പറ്റും? ആളുണ്ടാവൂലേ? അല്ല, എന്റെ പരിചയത്തിൽ കൊടുക്കുന്നല്ലേ നീ പറഞ്ഞേ. അതിന് എനിക്ക് നീക്ക് വന്നൂടെ? അത് ശരി, ഞാൻ പറഞ്ഞതിന് പറഞ്ഞതാ. നിങ്ങൾ തരുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഞാൻ കുറി തുടർന്ന് കൊണ്ടുപോകാം. ഇതിപ്പോ ഞാൻ വെച്ചില്ലേ നിങ്ങള് കുറി പൊട്ടൂലേ? പിന്നെ നീ ഇപ്പം വെക്കാനിട്ട് തന്നെ എനക്ക് കൊടുക്കാൻ കഴിയുന്നില്ല ആക്ക്. അതിനെ ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് നിങ്ങൾ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. വെക്കപ്പ 3 അത് ഇടുന്നത്. ഞാൻ വെക്കാം, പക്ഷേ നമുക്ക് തരണം. ഞാൻ തരൂ, അത് ഞാൻ ഉറപ്പ് പറഞ്ഞില്ലേ എന്നോട്. എന്നാ തിരികെന്ന് നിങ്ങൾ എടുത്തു തരണ്ടേ? ഇനി എന്റെ കാര്യമെല്ലാം ഞാൻ നടത്തി കഴിഞ്ഞു. നിങ്ങൾ തരായിട്ട്. അപ്പൊ നീ വിചാരിക്കുന്ന കുറി ഞാൻ തരാം. ഞാൻ വിചാരിക്കുന്ന കുറിയാ? ഏത് കുറിയാ വിചാരിക്കുന്നില്ല? ഞാൻ വിചാരിക്കുന്ന കുറി ഞാൻ പൈസയും കൊണ്ട് വീട്ടിൽ വരാന്നാ വിചാരിക്കുന്നത്. നിങ്ങൾ ഇത്ര തിരക്കിട്ട് പറയുന്നു? പൈസ വേണടാ അല്ലേ? പൈസ വേണ്ടിട്ടാ? അപ്പൊ പൈസ കിട്ടിയാല് സഹദേവ മോനെ അടുത്ത കുറി എനിക്ക് ഞാൻ എടുത്തു നീ പോടുന്ന് പറയാ? അതൊന്നും പറയില്ല, നീ ധൈര്യമായിട്ട് വാ. ഞാൻ വരാം. പിന്നെ ആടാ
നീ എപ്പ വരുവാ? ഞാൻ വരാടോ. പക്ഷെ നിങ്ങളെ അമ്മയല്ലോ അവിടെ ഉറങ്ങാനുണ്ടാവോ? അമ്മയെല്ലാം വേഗം ഓർമ്മയില്ലേ? എന്നാ അമ്മ എന്താണ്? അമ്മ പ്രശ്നമൊന്നും നോക്കില്ല എന്തെന്ന്? നീ വന്നാല്. അതെന്താ അങ്ങനെയാ? ഉം? അങ്ങനെയാ? നീ വരുന്നേന്ന് അമ്മ പ്രശ്നമാക്കണ്ടേ? അതല്ല, ഏ നമുക്ക് കുറി വെക്കണ്ടേ? അതേ കുറി വെക്കായി വന്നു. അപ്പൊ നിങ്ങള് മനസ്സിലാകാതെ പോലെ കളിക്കുന്നല്ലേ? ആ കുറി വെപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ. അല്ല, നീ ഉദ്ദേശിച്ച കുറി വെപ്പ് എനിക്ക് മനസ്സിലായി. എനിക്ക് ആ അന്നേരം കുറിയാണ് നീ വെക്കാൻ. 2 കുറിയും വെക്കേണ്ടി വരും. ഏത് 2 കുറി? അല്ല, നീ ഉദ്ദേശിക്കുന്ന കുറിയും എന്റെ കുറിയും വെക്കേണ്ടി വരും. വെക്കുക. വീണ 3 കുറിയും വെക്കാം. പിന്നെ എനക്കൊന്ന് കുറി വെക്കണം. ഞാൻ കൊറേ ആയി ഞാൻ ഇതെല്ലാം വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് കുറിക്ക് കൂടിയാണ് കേട്ടോ. അല്ലാണ്ട് നിങ്ങളെ എനക്കെന്താ പറയുന്നത് കുറി കൂടിയപ്പോരെ. നിങ്ങളുടെ കേസ് പിന്നെല്ലാം കൂടിയില്ലേ. ഞാൻ പിന്നെ നിങ്ങളടുത്ത് പിന്നെ കുറിക്ക് കൂടുന്നു. ഞങ്ങൾക്ക് അറിയാം കേട്ടോ, നിങ്ങള് അങ്ങനെയെല്ലാം തന്നെയാണ് ആൾക്കാരെ കുറിക്ക് ചേർക്കുന്നത്. മറ്റ് ആരെങ്കിലും മതി നിങ്ങളടുത്ത് ഈ നാടൻ കുറിക്ക് കൂടുക. ഇപ്പൊ അത് കൂടൂല. നീ പിന്നെ ബാപ്പ നിങ്ങൾ വരാ, നിങ്ങളിതിനെ കൊണ്ടല്ലേ ജീവിച്ചു പോകുന്നത്. ഞാൻ ഇതിനെ ജീവിക്കുന്നു. അപ്പൊ കുറച്ചൊരു ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ പാടില്ല. സന്തോഷിപ്പിക്കുന്നുണ്ട്, പക്ഷെ എനക്കിതുവരെ അങ്ങനെ സന്തോഷമൊന്നും കിട്ടിയില്ല. നീ സന്തോഷിപ്പിക്കാൻ നീ എപ്പോഴും വന്നിനാ? നീ വന്നിനാ എന്റെ അടുക്ക? ചോദിച്ചാല് നിങ്ങൾ മര്യാദക്ക് പറയണ്ടേ? ഞാൻ നിങ്ങൾക്ക് ചോദിച്ചിരുന്ന ഓർമ്മങ്ങള് അതൊന്നും നടക്കൂലല്ലേ ഓർമ്മ. അവിടെ പിന്നെ മനസ്സിലാകുന്ന ഭാഷയിൽ ചോദിക്കണ്ടേ? പിന്നെ എനിക്ക് ഇങ്ങനെ നേരിട്ട് ചോദിക്കാൻ പറ്റുമോ മീനാച്ചി? ഇപ്പൊ തന്നെ നിങ്ങള് ഇനി ഇത് ഉള്ള തന്നെയാണോ അല്ലേ എന്നെ കളിപ്പിക്കുന്നതാണോ എനിക്ക് അറിയില്ലല്ലോ. ഇനി എന്തിനാ ഞാൻ കളിപ്പിക്കുന്നു? അത് ഞാൻ കളിച്ചോളൂ. കളിപ്പിക്കണ്ട, അത് ഞാൻ കളിച്ചോളൂ. നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കളിച്ചോളൂ. അതല്ലേ എന്നോട് ഞാൻ പറഞ്ഞു. നല്ല 2 കുറിയും വെക്കും. ആ ഒരു കുറിയാ ഉദ്ദേശിച്ച വീണതാണ്. അങ്ങനെയല്ല, എനക്ക് പിന്നെ എനക്ക് ജീവിക്കണ്ടേ? അതെ, നമ്മള് പെണ്ണൊന്നും കെട്ടാകുമ്പോ അതിന്റെ ഇങ്ങനെ നിൽക്കുന്നില്ല. അപ്പൊ അതുപോലെ ഉള്ള വിഷമം തന്നെയല്ലേ നിങ്ങളും പെണ്ണ് ഇത് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല എന്റെ വിഷമം അത്രയുണ്ട്. നിങ്ങൾ അങ്ങനെയെല്ലാം തീർക്കുന്നല്ല നമുക്കറിയാം കേട്ടോ. എനിക്കറിയാതെ അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ കുറി ഞാൻ കൃത്യമായിട്ട് വെക്കാം. പൈസയിലേക്കൊന്നുമല്ല, ഞാൻ വെക്കായിട്ടാണ്. അപ്പൊ കരുതിക്കുട്ടി നീ വെക്കാതെയാണല്ലേ? ഞാൻ കുറേ വട്ടം മനസ്സിലാകുന്ന ഭാഷയിൽ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടില്ലേ. അപ്പൊ നിങ്ങൾ പറഞ്ഞ് അത് അങ്ങനെ തരാൻ പറ്റില്ല, ഇങ്ങനെ തരാൻ പറ്റൂല. നിങ്ങളെന്ന് വെച്ചാൽ കുറിയന്റെ ആയിരിക്കുന്നത്. പിന്നെ ഞാൻ കുറിയല്ലേ നടത്തുന്നു. അല്ല, കുറി നടത്തുന്നായാലും നിങ്ങൾ കുറി മാത്രമൊന്നല്ല നടത്തുന്നത്. നിങ്ങള് ഇഷ്ടമുള്ള ഓർഡർ എല്ലാം ഇങ്ങനെ കുറിന്റെ വൈകിടക്കൻ രാത്രി വരാൻ പറയുന്നത് എനിക്കറിയാം കേട്ടോ. നമ്മള് കുറച്ച് കറുത്തോണ്ടായിരിക്കുമല്ലോ ഇഷ്ടമല്ലാതെ. കറുത്താളെന്ന വെളുത്താളെന്ന അത് ശരിയാ. കഴിക്കുമ്പോ എല്ലാം കണക്കന്നല്ലേ അല്ലേ? പിന്നെ കറുപ്പായാലും അതെല്ലാം കണക്കന്നെയല്ലേ. ഞാനങ്ങനെ നിറമൊന്നും നോക്കിയിട്ടൊന്നുമല്ല. പിന്നെ നോക്കല് കാര്യം നടക്കണോന്നാ? അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ ഇടയിലുണ്ടാവുമ്പോ നമ്മളെല്ലാം വിളിച്ചാ പോരെ. നിങ്ങളിന്ന് ഈ പെണ്ണ് കെട്ടിയവന്മാരെല്ലാം വിളിച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നു. ഞാൻ വിളിക്കുന്ന അവര് വരുന്നല്ലേ. അവര് വരുമ്പോ എന്നിട്ടാണ് ഇത്രയും കാലത്ത് നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യാൻ. അങ്ങനെ ഇന്ന് ഞാൻ മൈൻഡ് ചെയ്യാലോ. നിന്നെ നീ വന്നു ഇന്ന് മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോ ചെയ്യേണ്ടി വരും കേട്ടോ. അത് കുറച്ച് കൂടിപ്പോയില്ലേ? അത് കുറച്ച് കൂടിപ്പോയില്ലേ? ഇതൊക്കെ തന്നെയല്ലേ ഒരു സഹായം എന്ന് പറയുന്നത്. ഞാൻ കുറിക്ക് കൂടിയിട്ട് ഞാൻ നിങ്ങളെ സഹായിച്ചു. നിങ്ങളെ അതിന് വേറെ എനിക്ക് ഇങ്ങനെ ഇടക്കിടക്ക് കുറി വെക്കാനുള്ള സൗകര്യം ചെയ്തു തരണ്ടേ? അല്ല, കുറിന്റെ പൈസ എന്നാ എനക്ക് തരുമോ? നീ കുറച്ച് കുറി വന്നാലാ? അതെന്തിനാണ്? എന്നെ സഹായിക്കുന്നു, ഞാൻ നിന്നെ സഹായിക്കുന്നു. നിങ്ങൾക്ക്
കുറി തുറക്കുമ്പോ തന്നെ പൈസ കിട്ടുന്നില്ലേ ഫസ്റ്റ്? നീ ബാ ഈ 50,000 കുറിന്റെ അകത്ത് 50,000 ഫസ്റ്റ് നിങ്ങളല്ലേ എടുക്കുന്നത്? പിന്നെ ആ പൈസ പോരെ? നീ ബാഗ് തിന്നാല് നേരം വെക്കാണ്ട്. എന്നാ ഇന്ന് വരട്ടെ. ഇന്ന് വന്നു. പിന്നെ അമ്മയുണ്ട് ഒന്നും പറഞ്ഞേക്കാം. അതൊന്നും പറയില്ല. ആ ശരി.